ഹായ് കൂട്ടുകാരെ, നമുക്ക് ക്രോഷോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ? ക്രോഷോ ചെയ്യാനായിട്ട് പല സ്റ്റിച്ചുകൾ നമുക്ക് ആവശ്യമാണ്. അതിന് ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് എന്താണെന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് സിംഗിൾ ക്രോച്ച് എന്നും പറഞ്ഞുള്ള സിംഗിൾ ക്രോച്ച് സ്റ്റിച്ച് എന്താണെന്ന് നോക്കണം. ഹാഫ് ഡബിൾ ക്രോച്ച് സ്റ്റിച്ച് എന്താണെന്ന് നോക്കണം. ഡബിൾ ക്രോച്ച് സ്റ്റിച്ച് എന്താണെന്ന് നോക്കണം. ട്രിപ്പിൾ ക്രോച്ച് സ്റ്റിച്ച് എന്താണെന്ന് നോക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രോഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിൽ ഇങ്ങനെയാണ്. ഇതാണ് ക്രോഷോ നീഡിൽ. ഇത് പല സൈസിലും നമുക്ക് ഈ നീഡിൽ കിട്ടും. 0.1 തൊട്ട് നമുക്ക് ഈ നീഡിൽ നമുക്ക് കിട്ടും. അത് ഓരോ നൂലിനനുസരിച്ച്, നൂലിനും അതുപോലെ വലിപ്പമുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നൂല് ഈ സൂചിയും തുന്നാൻ പാകത്തിനുള്ള നൂലാണ്. അപ്പം ഈ നൂല് നമ്മൾ ഏത് സൈസ് നൂലാണോ എടുക്കുന്നത് ആ നൂലിൻ്റെ സൈസിനുള്ള സൂചി വേണം നമ്മൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട്. അപ്പം ആദ്യം നമുക്ക് എങ്ങനെയാണ് ചെയിൻ ഇടുന്നതെന്ന് നമുക്ക് പഠിക്കാം. ചെയിൻ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രോഷോ എങ്ങനെയാണ്, ആ ചെയിനാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചെയിൻ ഇടാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു വട്ടം ഇട്ടിട്ട് ആ വട്ടത്തിലൂടെ നൂലിങ്ങോട്ട് ഇറക്കി നമ്മൾ കെട്ടിടുകയല്ലേ എന്ന് പറഞ്ഞത്, ആ കെട്ടിനകത്തൂടെ ഈ സൂചി കയറ്റി, എന്നിട്ട് ആ നൂലിന് ആ കെട്ടിനകത്തൂടെ സൂചിയിലേക്ക് നൂല് ചുറ്റി ഇങ്ങനെ വലിച്ച് ഇറക്കുന്നതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ചെയിൻ സ്റ്റിച്ച് ഇടാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് ഇങ്ങനെയിരിക്കും ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇനിയും ഈ ചെയിൻ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ ഒക്കെ നമുക്ക് തുന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ തുന്നിയ ചെയിനുണ്ടല്ലോ, ആ ചെയിനകത്തൂടെ ഈ നൂല് ഈ സൂചിയിൽ നിന്ന് പോകാത്ത രീതിയിൽ ആ തൊട്ടിപ്പുറത്തുള്ള ആ ചെയിനകത്തൂടെ നമ്മൾ സൂചി ഉള്ളിലൂടെ കയറ്റി ആ നൂല് ആ സൂചിക്കകത്തൂടെ കയറ്റി പുറത്തേക്ക് ഇറക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് നൂലും ഈ സൂചിയിൽ വന്നില്ലേ, എന്നിട്ട് ഈ രണ്ട് നൂലിനകത്തൂടെയും ഈ നൂല് വലിച്ചിറക്കുക. അപ്പം അവിടെ വീണിരിക്കുന്ന ആ സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷേ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഫുള്ള് നമുക്ക് എവിടെയൊക്കെയാണോ സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റിച്ചിനകത്തൂടെ ഇങ്ങനെ ഇറക്കി തുന്നുന്ന തുന്നി പോകാം. അപ്പം സിംഗിൾ ക്രോഷേ കൊണ്ട് മാത്രം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റോ അങ്ങനെ ടേബിൾ മാറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുന്നുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സിംഗിൾ ക്രോഷേ കൊണ്ട് മാത്രം തുന്നിയാൽ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ഇതുപോലെ സെയിം പ്രൊസീജിയർ ഇങ്ങനെ ഈ ഇതിനകത്തൂടെ ഇറക്കി നൂല് ചുറ്റി പുറത്തെടുത്ത് ഈ രണ്ട് സ്റ്റിച്ചിനകത്തൂടെയും വലിച്ചെടുത്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് ആ തുന്നി വരുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അങ്ങനെ തുന്നി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് വീണ്ടും നിങ്ങൾക്ക് സിംഗിൾ ക്രോഷേ തന്നെയാണ് തുന്നണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇതുപോലെ തന്നെ ആ സ്റ്റിച്ചിനകത്തൂടെ തന്നെ ഇങ്ങനെ സൂചി ഇറക്കി നൂല് കയറ്റി തുന്നി എടുക്കുക. അടുത്തത് ഞാനിപ്പം ഞാൻ ഇട്ടിരുന്ന ചെയിൻ മുഴുവനും ഞാൻ സിംഗിൾ ക്രോഷേ തുന്നി. അപ്പം ഞാൻ ഇനി എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ തുന്നുന്നതെന്ന് കാണിച്ചു തരാം. സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം നീളം ഇല്ലാത്ത വലിപ്പമില്ലാത്ത രീതിയിൽ വരുന്ന സ്റ്റിച്ചാണ്
സിംഗിൾ ക്രോഷേ. ഈ സിംഗിൾ ക്രോഷേനേക്കാളും കുറച്ചും കൂടെ വലിയ വലിപ്പമല്ല, എന്നാലും ഒരു ശകലം കൂടി വലിപ്പം തോന്നിക്കുന്ന സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൂചിയിലേക്ക് ആ നൂലൊന്ന് ചുറ്റണം. ചുറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിനകത്തൂടെ എങ്ങനെയാണോ സിംഗിൾ ക്രോഷേ ചെയ്തത് അതുപോലെ തന്നെ അതിനകത്തൂടെ ആ നൂല് വലിച്ചിറക്കിയിട്ട് ഇപ്പോൾ 3 നൂല് നമ്മുടെ ഈ സൂചിയിലുണ്ട്, കണ്ടില്ലേ? 3 നൂല്. ആ 3 നൂലിനകത്തൂടെയും നമ്മൾ നൂല് വലിച്ചിറക്കണം. അങ്ങനെ വലിച്ചിറക്കുമ്പോൾ ഇറക്കി കിട്ടുന്ന ആ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് ഡബിൾ ക്രോഷേ. അപ്പം നമുക്ക് ഡബിൾ ക്രോഷേ മാത്രം വെച്ച് തുന്നാനാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ തുന്നുമ്പോൾ ഒരിക്കലും സൂചിയെ നൂല് ഊരിപ്പോയാൽ നമുക്ക് വീണ്ടും ആ സൂചിക്കകത്തേക്ക് ഇടാം. പക്ഷേ നമ്മളത് ഊരിപ്പോകാത്ത വിധം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ തുന്നി പോകാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയിൻ ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റിച്ചും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ചെയിനാണ്. ചെയിൻ ഇടാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇപ്പം ഹാഫ് ഡബിൾ ക്രോഷേ എത്രയോ സ്റ്റിച്ചായിരുന്നോ അത്രയും സ്റ്റിച്ചിൽ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷേ തുന്നി. ഇനി എങ്ങനെയാണ് ഡബിൾ ക്രോഷേ തുന്നുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണോ നമ്മൾ തുന്നിയത് അതുപോലെ തന്നെ ആ സൂചിയിലേക്ക് നൂല് ചുറ്റുക. ചുറ്റിയതിന് ശേഷം തൊട്ടടുത്തുള്ള ചെയിനിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് 3 കിട്ടിയതിന് 3 നൂല് നമ്മുടെ ഇതേ വന്നു. അപ്പോൾ ആ നൂലിനകത്ത് 2 നൂലിലൂടെ മാത്രം നമ്മൾ പുറത്തിറക്കുക. ആ 2 നൂലിൽ കൂടി പുറത്തിറക്കിയിട്ട് ബാലൻസ് വീണ്ടും 2 നൂലുണ്ട്. ആ 2 നൂലിലൂടെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷേ. അപ്പോൾ ആ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേനേക്കാളും കുറച്ചും കൂടെ വലിപ്പം, അതായത് നമ്മൾ സ്റ്റിച്ചിന് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഹാഫ് ഡബിൾ ക്രോഷേ, ത്രിബിൾ ക്രോഷേ അങ്ങനെ മുമ്പോട്ടുണ്ട്. ത്രിബിൾ ക്രോഷേ തന്നെ വീണ്ടും അങ്ങനെ നമ്മൾ എത്ര കൂടുതൽ ചുറ്റുന്നോ അത്രയും നീളത്തിൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ തുന്നുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷേ കണ്ടില്ലേ? ഞാൻ ചുറ്റി 2 നൂല് വീണ്ടും 2 വരുന്നത് അതിനകത്ത് അത് വരുന്ന അങ്ങനെ തുന്നി വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഡബിൾ ക്രോഷേ ആയിട്ട് കിട്ടും. പിന്നെ ത്രിബിൾ ക്രോഷേയും ഈ സെയിം പ്രൊസീജിയർ തന്നെ, പക്ഷെ നൂലിൻ്റെ നമ്മൾ ചുറ്റുന്നതിൻ്റെ എണ്ണം കൂടും. ഇപ്പം ഞാൻ ഡബിൾ ക്രോഷേക്ക് 1 ചുറ്റേ ചുറ്റുള്ളൂ. ത്രിബിൾ ക്രോഷേ എടുക്കുമ്പോൾ നമ്മൾ 2 ചുറ്റുക. 2 ചുറ്റിയിട്ട് നമ്മൾ അടുത്തുള്ള ചെയിനിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് 2 ചെയിൻ വീതം നമ്മൾ നൂല് പുറത്ത് വലിച്ചെടുക്കുക. അപ്പം നോക്കൂ, നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷേനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ത്രിബിൾ ക്രോഷേക്ക് വന്നില്ലേ? അതുപോലെ ഇങ്ങനെ 2 ചുറ്റുക. നേരത്തെ സ്റ്റിച്ചിനകത്തൂടെ നൂല് കയറ്റി സൂചി കയറ്റി നൂല് പുറത്തേക്ക് എടുക്കുക. 2 നൂലിനകത്തൂടെ പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും 3 വന്നു. ആ 3-നകത്തൂടെ വീണ്ടും 2 നൂല് പുറത്ത്, പിന്നെ 2 വന്നു. ആ 2-നകത്തൂടെ വീണ്ടും പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ത്രിബിൾ ക്രോഷേ കിട്ടും. കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, അവിടെ ആദ്യം വിട്ടത് ചെയിൻ, അത് കഴിഞ്ഞ് സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞപ്പോൾ ഹാഫ്, അത് കഴിഞ്ഞ് ഡബിള്, അത് കഴിഞ്ഞ് ത്രിബിള്. അപ്പം അങ്ങനെ നമ്മൾ ഈ ചെയിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിന് എത്രത്തോളം നീളത്തിൽ സ്റ്റിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ടോ അത്രയും ആ വലിപ്പത്തിൽ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ. അപ്പം നമ്മൾ എത്ര കൂടുതൽ ചുറ്റുന്നോ അത്രയും നമുക്ക് നീളത്തിൽ ആ ചെയിന് ആ സ്റ്റിച്ചിന് വലിപ്പം കൂട്ടി എടുക്കാം. ഇപ്പം ഈ ചെയ്ത ത്രിബിൾ സ്റ്റിച്ചിനേക്കാളും നമുക്ക് ഇച്ചിരിയും കൂടെ
വലിപ്പമുള്ള ഇച്ചിരിയും കൂടെ നീളത്തിൽ, ഇപ്പോൾ ഇത്രയും നീളത്തിൽ ഈ സ്റ്റിച്ച് കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ നീളത്തിൽ നമുക്ക് സ്റ്റിച്ച് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ 3 കുത്തിയപ്പോഴാണ് നമുക്ക് ത്രിബിൾ കിട്ടി. അപ്പോൾ 4 കുത്തുമ്പം ആ ത്രിബിളിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് വലുപ്പത്തിൽ കിട്ടും. അങ്ങനെ ഈ രണ്ട് നൂല് വീതം നമ്മൾ പുറത്തെടുക്കുക. അപ്പം നോക്ക്, ആ മൂന്നാമത്തെ ആ ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നീളത്തിൽ കിട്ടും. അത് ഓരോ എന്താ പറയുന്നത്, നമ്മൾ എന്തോ ആണോ തുന്നാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു ചതുരമാണെങ്കിൽ അതിന് വേറെ നമ്മൾ ഇതിപ്പം നീളത്തി നമ്മൾ ചെയിൻ ബേസിക്കിൽ വരുന്നതാണ് ഇത്. അല്ലാതെ റൗണ്ട് ഷേപ്പിലും അങ്ങനെ പല രീതിയിലും നമുക്ക് തുന്നാം. അപ്പം ഇത് ഞാനിപ്പം ബേസിക് ചെയിൻ കൊടുത്തിട്ടാണിപ്പം നിങ്ങളെ തുന്നി കാണിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഏതൊക്കെ സ്റ്റിച്ച് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബേസിക്ക് ഇത് തന്നെ. അത് വേറൊരു സ്റ്റിച്ചുമായിട്ട് വേറൊരു ഇതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.